ജ്യോതിഷപ്രകാരം നാളും പൊരുത്തവും നോക്കി വിവാഹം നടത്തുന്നത് ശാസ്ത്രീയമാണോ? ജ്യോതിഷം ശാസ്ത്രമാണല്ലോ, പിന്നെന്താ കുഴപ്പം? ജ്യോതിഷം വേദാംഗമായതുകൊണ്ട്, ശാസ്ത്രമായതുകൊണ്ട് നാളും പൊരുത്തവും നോക്കി വിവാഹം നടത്തുന്നത് അതിനനുസൃതമാണെങ്കിൽ ശാസ്ത്രീയമാണ്. മനസ്സിലായില്ല? ഒരു വാക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അതിനനുസൃതമാണെങ്കിൽ. എന്താ സ്വാമി അങ്ങനെ പറയാൻ കാരണം? എനിക്ക് ജ്യോതിഷത്തിൽ ഒരറിവുമില്ല, വട്ടപൂജ്യമാണ് എൻ്റെ അറിവ്. സത്യം തുറന്നു പറയുകയാണ്. പൂജ്യസ്വാമി ചിദാനന്ദപുരി, അത് വിവരമില്ല അതിനെക്കുറിച്ച്. പിന്നെ ഞാനെങ്ങനെയാണ് ജ്യോതിഷത്തെക്കുറിച്ച് പറയുക? പക്ഷേ ജ്യോതിഷം എന്നുള്ളത് വേദാംഗമാണെന്നറിയാം, വേദത്തിൻ്റെ ചക്ഷുസ്സാണെന്നറിയാം. ആ വേദത്തിൻ്റെ ചക്ഷുസ്സായിരിക്കുന്ന ജ്യോതിഷത്തിൽ മുഖ്യമായി സമയനിർണയമാണ് പ്രതിപാദിക്കപ്പെടുന്നത്. ആ സമയനിർണയം എന്നുള്ളതിൽ നിമിത്തശാസ്ത്രവും ഫലഭാഗവുമൊക്കെ പിന്നീട് വികസിച്ചു വന്നു. അത് വേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റൂ. പക്ഷെ ഒന്ന് പറയാം, ഈ എല്ലാ ശാസ്ത്രത്തിനും അതിൻ്റെ ഒരു സമ്പ്രദായവും ശുദ്ധിയും ഉണ്ട്. ആ സമ്പ്രദായത്തിനും ശുദ്ധിക്കും അനുസരിച്ചാണ് ആ ശാസ്ത്രം പ്രവർത്തിക്കേണ്ടത്, പ്രവർത്തിപ്പിക്കേണ്ടത്. അങ്ങനെ പറയുമ്പോൾ അനുഭവിയായ ഗുരുനാഥനിൽ നിന്ന് പഠിച്ച്, ഗുരുസേവ ചെയ്ത് കൂടെ താമസിച്ച്, ജ്യോതിഷം പഠിച്ച്, അനുഷ്ഠാനപൂർവ്വം പഠിച്ച്, ഒരു തപസ്സായി ഉപാസനയായിട്ട് അതിനെ കൊണ്ടുപോയി പ്രവർത്തിക്കുന്നവരെടുത്ത് പോയാൽ ഒരിക്കലും അവർ നമ്മളെ വഴി തെറ്റിക്കില്ല. അല്ലാതെ ഈ കോട്ടയം ഹോമിയോപ്പതി അറിയില്ലേ? കോട്ടയം ഹോമിയോപ്പതി അറിയില്ലേ? ഇല്ല. സമാധാനം. ഒരു 10-20 കൊല്ലം മുമ്പുള്ള പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഒരു 15-20 കൊല്ലം മുമ്പ് എല്ലാ പത്രത്തിലും ക്ലാസിഫൈഡ് കോളത്തിലുണ്ടാവും, നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങൾക്കും ഡോക്ടറാകാം. 5000 റുപ്യ അടയ്ക്കുക, DHM കിട്ടും, ഡോക്ടർ ഓഫ് ഹോമിയോപ്പതി. അപ്പം കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചിട്ടുള്ള ആള് ഹോമിയോപ്പതിയിൽ ഡോക്ടറാവുന്നു. അതിനെന്ത് വേണം? 5 കൊല്ലം പഠിക്കണം, ഇൻറ്റേൺഷിപ്പ് വേണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അയാൾക്ക് BHMS കിട്ടുന്നത്. യവന് ചില്ലാനം കൊടുത്താൽ DHM കിട്ടും. ബോർഡ് വെക്കാം. ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പോൾ നിരോധിച്ചു, ഇപ്പോൾ ഒന്നും നടക്കണില്ല. അതുകൊണ്ട് ആൾക്കാർ ഹോമിയോപ്പതിയെ കുറ്റം പറയും. അത് ശാസ്ത്രത്തിൻ്റെ കുറ്റമല്ല, ഹോമിയോപ്പതിനെ കുറ്റം പറയാൻ പാടില്ല. അതുകൊണ്ട് ചിന്തിക്കുക. ഇതേപോലെ അവിടുന്നും കുറച്ച് പഠിച്ച് നല്ലൊരു ബോർഡും വെച്ച്, റോഡ് സൈഡിൽ കാണുന്നിടത്ത് ബോർഡും വെച്ച്, ജ്യോതിഷ പണ്ഡിതൻ, ജ്യോത്സ്യൻ സ്വാമി ചിദാനന്ദപുരി, വളരെ ചുരുങ്ങിയ ഫീസേ ഉള്ളൂ എന്ന് ബോർഡും വെച്ചിട്ട് ഇരുന്നിട്ട് വരുന്നവരെ മുഴുവൻ ചൊവ്വാദോഷം, ബുധൻ ദോഷം, വ്യാഴം ദോഷം, വെള്ളി ദോഷം, ശനി ദോഷം, ഞായർ ദോഷം, തിങ്കൾ ദോഷം, ശുദ്ധജാതകം, അശുദ്ധജാതകം എന്നും പറഞ്ഞിട്ട് വട്ടം കറക്കിയാൽ എന്തൊരു കഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ളവരടുത്ത് പെട്ടുകഴിഞ്ഞാൽ പെട്ടതാ. അത് ശാസ്ത്രീയമല്ല. ശാസ്ത്രാനുസാരമുള്ളത് ശാസ്ത്രീയമാണ്, ഒരു സംശയമില്ല. നാളും പൊരുത്തവും നോക്കുന്നത് നിമിത്തം ധാരാളം വിവാഹങ്ങൾ മുടങ്ങുന്നത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടി വന്നത്. ഈ നാളും പൊരുത്തവും ഇപ്പറഞ്ഞ കൂട്ടരെടുത്ത് പോയി നോക്കിയിട്ടല്ലേ പറ്റണത്? നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ പറയും ഇന്ന മാതിരിയൊക്കെ ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങൾക്ക് ഇന്ന പരിഹാരമുണ്ട്, എന്നാ ചെയ്തോളൂ എന്ന് പറയും. പിന്നെ മാനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ഇതൊന്നും നോക്കണ്ടോ എന്നും പറഞ്ഞു തരും. അതുകൊണ്ട് നല്ല ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. നാഡീ ജ്യോതിഷം ഉണ്ടോയെന്ന് വെച്ചാൽ നാഡീ ജ്യോതിഷം ഉണ്ടാവും. ഇതൊക്കെ ഇപ്പം ശരിയാണോ എന്ന് പറയും. ഞാനാരാ? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ജ്യോതിഷത്തിൽ വട്ടപൂജയാണെന്ന് പറഞ്ഞില്ലേ? ഈ ചോദിക്കണ നേരം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് പോവാം, പോയിട്ട് ഫീസ് അടയ്ക്കുക. അവർ പറയുന്നതായ നാഡീ ജ്യോതിഷത്തിലാണെങ്കിൽ വിരലടയാളം കൊടുക്കുക. വിരലടയാളം കൊടുത്ത് അവർ ഇത്രാം തീയതി വരാൻ പറയും. അന്ന് അവർ ഒരു 10-20 അല്ലെങ്കിൽ 10-100
അതിലധികമൊന്നും ഉണ്ടാവില്ല. ഒരു 10 50 ഒക്കെ ഓലകൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് വെച്ച് അവർ ചോദിക്കും നിങ്ങളെ പേരുന്നതാണോ എന്ന് ചോദിക്കും. അല്ല 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 എന്ന് പറഞ്ഞാൽ ആ ഓല കളയും. അവസാനം ഇത് എൻ്റെ പേരാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 10 20 ഓല ഉണ്ടാവും, 5 10 ഓല ഉണ്ടാവും. അപ്പം നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിക്കും. അപ്പോൾ അത് ഏകദേശമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അന്ന് 2 3 ഓല എടുക്കും. പിന്നെ അമ്മയുടെ പേര് ചോദിച്ചു, 2 3. പിന്നെ അങ്ങനെ ഓല കണ്ടുപിടിക്കണം. അത് നമ്മൾ സഹകരിക്കണം. അങ്ങനെ സഹകരിച്ച ശേഷം മാത്രമേ അവർ പറയാം ശരി ഓല കണ്ടുപിടിച്ചു, ശരി വായിക്കാം, തിരക്കാണ്, ഒരാഴ്ച കഴിയട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ആവാം, ചിലപ്പോൾ ഒരു മാസം കഴിയും, അത് ക്രമത്തിനനുസരിച്ച്. എന്നിട്ട് വായിപ്പിക്കുക, എന്നിട്ട് ശരിയുണ്ടോ നോക്കുക. ഇത് എന്നോട് ചോദിച്ചിട്ട് ഇപ്പം എന്താ കാര്യമുള്ളത്? ഞാൻ ഓല വായിപ്പിച്ചിട്ടുമില്ല, ഇങ്ങോട്ട് വായിപ്പിക്കാൻ വിചാരിച്ചിട്ടും ഇല്ല. ഇത് വായിച്ചിട്ട് വളരെ ശരിയാന്ന അനുഭവമുള്ള കുറേ പേര് നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ ശരിയാണ്, അനുഭവസ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളും പൊരുത്തവും നോക്കുന്ന നിമിത്തം ധാരാളം വിവാഹങ്ങൾ മുടങ്ങുന്നത് കൊണ്ടാണ് ഈ ചോദ്യം. ഇതെന്തിനപ്പോൾ ഇത് പോയി പെടുന്നത്? ഇത് നോക്കണോ? ശ്രീകൃഷ്ണനെ പോലെ സന്തോഷമായൊരു ദാമ്പത്യം നമ്മൾ അറിവിൽ ആർക്കുണ്ടാവും? 8 പത്നിമാർ. എത്ര? 8. ഓരോന്നിലും 10 കുട്ടികൾ. അങ്ങനെ 80 മക്കളാണ് ശ്രീകൃഷ്ണൻ. വെളിവിൽ അല്ലാണ്ട് വേറുണ്ട്. കല്യാണം കഴിക്കാത്ത കുട്ടികൾ വേറുണ്ട്, അത് വേറെ. കല്യാണം കഴിച്ചിട്ടുണ്ടായ കുട്ടികൾ തന്നെ 80 ഉണ്ട്. അപ്പോൾ 80 കൂട്ടണ്ട, 10 കൂട്ടിയാൽ മതി. ഒരു പത്നിയിൽ 10 കുട്ടികൾ. 10 കുട്ടികളെ പ്രസവിക്കണമെങ്കിൽ എന്തായാലും ഒരു 20 കൊല്ലം വേണ്ടേ? പോട്ടെ, ഒരു 15 കൊല്ലം വേണ്ടേ? എന്തായാലും വേണം. കാരണം പ്രസവം കഴിഞ്ഞ് രണ്ടാമതും മെൻസസൊക്കെ ശരിയായി വന്ന് എന്നിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും 15 കൊല്ലെങ്കിലും കൃഷ്ണൻ വളരെ സന്തോഷമായിട്ട് ജീവിച്ചുല്ലോ. ജാതകം നോക്കിയിട്ടുണ്ടോ? ഒന്ന് ഏതെങ്കിലും കല്യാണത്തിന് ജാതകം നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ട് സ്വാമി രാമനെ പറഞ്ഞില്ല? രാമനെ പറഞ്ഞാൽ നിങ്ങൾ പറയണ മറുപടി എനിക്കറിയാം. അതുകൊണ്ടാണ്. രാമൻ ദുഃഖിച്ചിരുന്നു, സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയി, അതൊക്കെ ജാതകം നോക്കാണ്ട് കഴിച്ചുകൊണ്ടുണ്ടായ കുഴപ്പമെന്ന് പറയും. അതുകൊണ്ടാണ് രാമനെ പറയാതിരുന്നത്. ശ്രീകൃഷ്ണൻ കരഞ്ഞിട്ടേ ഇല്ല, എപ്പോഴും പുഞ്ചിരിച്ചോണ്ടാ. ശ്രീകൃഷ്ണൻ കരഞ്ഞിട്ടില്ല. ഇനി കുചേലനെ കണ്ടപ്പോൾ കരഞ്ഞു നിന്നാരും പറഞ്ഞേക്കരുത്, അത് ദുഃഖക്കരച്ചിലല്ല, അത് ആനന്ദ കരച്ചിലാണ്. ഒരു ജാതകവും നോക്കിയിട്ടില്ല, സന്തോഷമായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും നോക്കണം തോന്നിയോ? അത് നോക്കട്ടെ. നോക്കണ്ടെന്ന് തോന്നി നോക്കണ്ട. ഞാൻ എന്തായാലും ഇതൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ആളാ. പിന്നെ അതുകൊണ്ട് നോക്കാനും പോയിട്ടില്ല. എന്താ ചെയ്യുക? വലിയ കഷ്ടം തന്നെ അല്ലേ? എന്താ പറയുക?